കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിനകത്ത് ഓണ എക്സാമിന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഐ റേസ് ടു 2n, ഐ റേസ് ടു 2n എന്ന് പറഞ്ഞാൽ 1 ഇഫ് n ഈസ് ഈവൺ ആണെങ്കിൽ, n എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെങ്കിൽ 1 ആണെന്നും, -1 ഇഫ് n ഈസ് ഓഡ് നമ്പർ, ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണത് -1 എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു കോംപ്ലക്സ് നമ്പർ തന്ന ഏതൊരു നമ്പറിനും അതിന് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് z റൈസ് ടു -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു z ബാർ ബൈ മോഡ് z സ്ക്വയർ വരും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ്. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ്. ഇത് ഓൾറെഡി ഇവിടെ വരുമ്പോൾ ഉണ്ട്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, പിന്നെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്, ദെൻ അടുത്ത സമ്മും ഡിഫറൻസ്, അതൊക്കെ നമ്മൾ ഇക്വേഷനിൽ വരുന്നതാണ്. പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, പ്രോഡക്റ്റിൻ്റെ ടൈപ്പ് പ്രോബ്ലം വരുന്നത്, അതായത് 1 + i the whole raised to 4, 1 - i the whole raised to 6, ഈ ഒരു ടൈപ്പ്. ഇൻ്റഗ്രൽ പവറിൽ നിന്ന് വരുന്ന ഈ i raised to 18, 1 + i raised to 25 the whole cube മോഡൽ ഒരു പ്രോബ്ലം. പിന്നെ നമുക്ക് a + ib ഡിവൈഡഡ് ബൈ a - ib, അതിൻ്റെ ഡിവിഷൻ മെത്തേഡ്, ഡിവിഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് വരുന്ന ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് അതിനകത്ത് വരുന്ന ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡും ആംപ്ലിറ്റ്യൂഡ്, പിന്നെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സ്. അപ്പം ഇതൊക്കെയാണ് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ പവർ കാണാനുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോകും. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ i റേസ് ടു 2n ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ i റേസ് ടു 40 നമ്മുടെ ഇൻ്റഗ്രൽ പവറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമിനും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഏത് കിട്ടിയാലും 2 × 20 എന്ന് എഴുതണം. i റേസ് ടു 14 ആണ് ഒരു ക്വസ്റ്റ്യൻ വരണമെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? i റേസ് ടു 2 × 20 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് i റേസ് ടു 2 × ഈ 20 ഈവൺ ആണോ ഓഡ്, രണ്ടാമത് വരുന്ന ആ നമ്പർ ഈവൺ ആണോ ഓഡാണെന്ന് നോക്കണം. അങ്ങനെ വരുന്ന ഈ 20 ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മുടെ റൂൾ അനുസരിച്ച് ആൻസർ 1 വരും. ഇപ്പം നമ്മൾ i റേസ് ടു 400 ആണെന്ന് വെച്ചോ, അപ്പോൾ i റേസ് ടു 2 × 200 എന്ന് എഴുതാം. ഈ 200 ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ 1 വരും. ഇനി i റേസ് ടു, ഇപ്പോൾ നമ്മളൊരു 1000 തന്നേക്കണമെന്ന് വെച്ചോ, അപ്പോൾ i റേസ് ടു 2 × 500 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 1 വരും. അപ്പോൾ ഇൻ്റഗ്രൽ പവറിനകത്ത് ഈ ഒരു ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ നമുക്ക് ഈവൺ നമ്പർ വന്നാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓഡ് നമ്പർ വരാം. ഇപ്പം i റേസ് ടു 25 ഒക്കെ ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ i × i റേസ് ടു 24 എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ നോക്കാം i × i റേസ് ടു 2 × 12 എന്ന് എഴുതാം. കാരണം ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മളൊരു ഈവൺ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ i-യും i റേസ് ടു 24 എന്ന് പോയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? i × 12 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ അല്ലേ, അപ്പോൾ ആൻസർ 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് i എന്ന് വരും. അപ്പോൾ ഓഡ് നമ്പർ വന്നാൽ ഇതുപോലെ ചെയ്യും. ഇനി ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെന്ന് വെച്ചാൽ -45 ആണ്. i റേസ് ടു -45 കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ അതിന് ഇത് എന്ത് ചെയ്യണം? i റേസ് ടു 45 എന്ന് എഴുതണം. അതായത് പവർ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ എക്സ്പോണൻഷ്യലിൻ്റെ റൂൾ അനുസരിച്ച് നേരെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി അതിനെ പോസിറ്റീവ് ആക്കണം. എന്നിട്ട് നോക്കാം, നമ്മൾ സാധാ പോലെ i റേസ് ടു 45ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. i റേസ് ടു 45 എന്ന് പറഞ്ഞാൽ എന്താ? i × i റേസ് ടു 44 ആക്കാൻ പാടില്ലേ? ഇനി i × i റേസ് ടു 2 × 22 വരും. 22 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പർ അല്ലേ, അപ്പോൾ ആൻസർ ഈസ് 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് i വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കണം 1/i വരും. 1/i എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു -i. 1/i എന്ന് പറഞ്ഞാൽ -i-യും 1/-i എന്ന് പറഞ്ഞത് ഓർത്ത് പഠിച്ചു വയ്ക്കുക. 1/-i എന്ന് പറഞ്ഞാൽ +i, 1/i എന്ന് പറഞ്ഞാൽ -i. ഈ 2 പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പം നെഗറ്റീവ് നമ്പർ വരാം, പോസിറ്റീവ് നമ്പർ വരാം, അതുപോലെ തന്നെ ഈവൺ നമ്പർ വരാം, ഓഡ് നമ്പർ വരാം. ഇവിടെ i-യുടെ പവർ നെഗറ്റീവ് നമ്പറുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ അനന്തര എക്സാമ്പിൾ നോക്കാം. -i റേസ് ടു 15 ആണെന്ന് വെച്ചോ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം? 1/i റേസ് ടു 15 വരും. 15 നമുക്ക് എങ്ങനെ എഴുതാം? 1/i റേസ് ടു 2 × 25.
അപ്പോൾ ഈ 25 നമുക്ക് ഓഡ് നമ്പർ അല്ലേ, ഇവിടെ ഐ ഉണ്ടോ, ഇല്ലല്ലോ. ആദ്യമേ ഈവൺ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ ഈസ് 1 വരും. അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ ഈസ് ഏത് വരും, 1 വരും. അപ്പോൾ നമുക്കൊരു ഈവൺ നമ്പർ, ഓഡ് നമ്പർ, നെഗറ്റീവ് നമ്പറിനകത്ത് തന്നെ ഈവൺ നമ്പർ വരും. ഇനി ഇവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ I⁵5, I⁵6, I⁵7, I⁵8. ഇപ്പോൾ I⁵5, I⁵6, I⁵7, I⁵8 ഒക്കെ നമുക്ക് ഇവിടെ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ചാണ് ഇപ്പോൾ I⁵15, ഇപ്പോൾ I⁵16, I⁵17 പ്ലസ് I⁵18 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിന്റെ കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ആണ് 15, 16, 17, 18 ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മുടെ യൂട്യൂബിനകത്തും അതുപോലെ ക്ലാസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്തും ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരെണ്ണം നോക്കാം, ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു Z⁻⁻1 എന്ന് പറഞ്ഞാൽ Z⁻mod(Z²) ആണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓണോ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ആ മോഡൽ ക്വസ്റ്റ്യൻ നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് Z = 1 + I ആണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ Z⁻ കണ്ടുപിടിക്കണം. Z⁻ എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആ കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കണം. അപ്പോൾ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ +I ആണ്. ഈ ഐയുടെ സൈൻ എന്താക്കണം, നേരെ ഓപ്പോസിറ്റ് ആക്കണം. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം. അപ്പോൾ Z⁻ എന്ന് പറഞ്ഞാൽ 1 - I വരും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനകത്ത് ആദ്യം Z⁻ കണ്ടുപിടിച്ചു. അപ്പോൾ I എന്താണോ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കണം. ഇനി മോഡുലസ് Z എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഈ 1ന്റെ സ്ക്വയർ എഴുതുക 1, ഈ ഐയുടെ കോഎഫിഷ്യന്റ് അവിടെ 1 വരും. അപ്പോൾ 1ന്റെ സ്ക്വയർ അങ്ങ് എഴുതിയാൽ മതി, വേറെ സിംപ്ലിഫിക്കേഷൻ വേണ്ട. അപ്പോൾ നമുക്ക് √2 കിട്ടും. അപ്പോൾ മോഡ് Z² എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഈ 2 വരും. റൂട്ടിനകത്ത് കിടക്കുന്ന ഒരു നമ്പറിനെ അതിനകത്ത് നമ്മൾ മോഡുലസ് Z² എടുത്താൽ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മാത്രം മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് Z⁻mod Z² വരും. Z⁻ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - I. മോഡുലസ് Z² എന്നാ 2. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 - I/2 വരും. ഇനി ഇവിടെ നോക്കാം, വേറെ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. Z എന്ന് പറഞ്ഞാൽ 1 + √3I ആണെന്ന് വെച്ചോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ Z⁻ എന്ന് പറഞ്ഞാൽ എന്താ, 1 - √3I വരും. ഇനി മോഡുലസ് Z എന്ന് പറഞ്ഞാൽ എന്ത് വരും, √, ഈ 1ന്റെ സ്ക്വയർ എന്താ, 1 അവിടെ 1 മാത്രം എഴുതിയാൽ മതി. √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. √2ന്റെ സ്ക്വയർ 2 വരും. √5ന്റെ സ്ക്വയർ 5 വരും. √4ന്റെ സ്ക്വയർ 4 വരും. അപ്പോൾ √3യുടെ സ്ക്വയർ എന്നാ 3 വരും. അപ്പോൾ √4 വരും. അപ്പം മോഡുലസ് ഓഫ് Z² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടിനകത്ത് ഇറക്കുന്ന നമ്പർ വെറുതെ എഴുതിയാൽ മതി, 4 വരും. ഇനി അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, Z⁻/mod Z² വരും. Z⁻ കിട്ടിയത് നമുക്ക് 1 - √3I, ഈ മോഡുലസ് Z കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 - √3I / 4 വരും. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഓണ എക്സാം ആണെങ്കിലും ക്രിസ്മസ് എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാമിനാണെങ്കിലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ വരാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Z = 3 + √−7 ആണെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ആ ബേസിക് കൺസെപ്റ്റുകളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അല്ല നമ്മൾ വെറുതെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് വരുന്ന ക്വസ്റ്റ്യനൊന്നും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ആദ്യം തന്നെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് അല്ല. അപ്പോൾ വെറുതെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ കിട്ടില്ല. പക്ഷേ ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുകൾ എപ്പോഴും എങ്ങനെയാണ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. സെക്കൻഡ് ഇയർ ഒക്കെ നമുക്ക് നന്നായി കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്, ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഫോർമുല പഠിക്കുക. എന്നിട്ട് ആ ഫോർമുലയിൽ കിടക്കുന്ന ഓരോ ടൈമും എന്താണ്, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ അങ്ങ് കൊടുത്താൽ മതി, നമ്മുടെ ആൻസറായി.
ആദ്യം നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഇക്വേഷൻസ് എല്ലാം നന്നായി തറവായി പഠിക്കുക. അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ മുക്കാ ഭാഗത്തോളം നമുക്ക് എളുപ്പമാവും. അപ്പോൾ ഇവിടെ നോക്കി ഇസഡ് 3 + √-7 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 3 + √-7 നമുക്ക് എങ്ങനെ എഴുതാം? √7 ± √7 എന്ന് എഴുതാം. കാരണം ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് ഈ -1 × I² എന്ന് കൊടുക്കുക. നമ്മൾ പഠിച്ചേക്കണാണ്. √-7 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം മക്കളെ? ഈ -1 × 7 വരും. ഈ -1 എന്ന് പറഞ്ഞാൽ I² × 7 ആണ്. അപ്പൊ I² എന്ന് പുറത്തിറക്കുമ്പോൾ ദാറ്റ് = I വരും. 7ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് റൂട്ടിനകത്ത് തന്നെ എഴുതണം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 3 ± √7 വരും. ഇനി ഇതിന്റെ Z⁻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം മാത്രം എടുത്താൽ മതി. ഇത് പ്ലസ് വേണമെങ്കിൽ എടുക്കാം, മൈനസ് വേണമെങ്കിൽ എടുക്കാം. Z⁻ ആണ്. ഫൈൻഡ് Z⁻ എന്നാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് പറയുന്നത്. ഇത് തന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ Z3 ഇവിടെ പ്ലസ് അല്ലേ വന്നതാണ്. അപ്പൊ മൈനസ് വരും. മൈനസ് ±√7 ആയി. അതായത് ±√7 ആയിക്ക് പ്ലസിന് വരെ മൈനസ് കൊടുക്കുക. ഈ മൈനസിന് വരെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. ഇവിടെ ആദ്യം പ്ലസ് അല്ലേ, അപ്പൊ ഇവിടെ മൈനസ് കൊടുക്കുക. ഇവിടെ മൈനസ് അല്ലേ, അപ്പൊ ഇവിടെ പ്ലസ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇതിനകത്ത് കോൺജുഗേറ്റ് ഓഫ് Z ആയി. ഇനി മോഡുലസ് Z² വേണമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അതിനകത്ത് Z⁻ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ഇങ്ങനത്തെ മോഡൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിക്കുന്നത്. ഇനി ഇതിനകത്ത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് Z = 1 + I ആണ്. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് Z എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇത് X വരും, ഇത് X' ആണ്. അങ്ങനെയാണെങ്കിൽ ഈ X ആക്സിസിനെ നമ്മൾ ഇവിടെ എന്ത് പറയും? റിയൽ ആക്സിസ് എന്ന് പറയും. ഈ Y ആക്സിനെ നമ്മൾ എന്താ പറയുന്നത്? ദാറ്റ് = ഇമാജിനറി ആക്സിസ് എന്ന് പറയും. അങ്ങനെ നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനകത്ത് ഒരു സർക്കിൾ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ ആക്സിസ് റിയൽ ആക്സിസ് ഒന്നും ഇമാജിനറി ആക്സിസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ ഇവിടെ നമുക്ക് ഫോം ചെയ്യും. അങ്ങനെ വരുന്ന tan θ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ tan θ ആണ്. tan θ = y/x ആണ്. ഇവിടെ വരുന്ന ഈ ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർഗ്യുമെന്റ് ഓഫ് Z എന്ന് പറയുന്നത്. അവ ശരിക്കും ഒറിജിനലായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ tan θ ആണ്. ഈ തീറ്റയെ നമുക്ക് എങ്ങനെ എടുക്കാം മക്കളെ? tan ഇൻവേഴ്സ് ഓഫ് y/x എന്ന് എഴുതാം. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് നേരെ tan θ കൊടുത്തിട്ട് ഏത് വാല്യൂ ആണ് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക, എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് കോർഡിനേറ്റ്, y എന്ന് പറയുന്നത് ദാറ്റ് = 1 വരും. അപ്പൊ നമ്മൾ ആർഗ്യുമെന്റ് ഓഫ് Z അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാണ്? ആ ക്വസ്റ്റിനകത്തുനിന്ന് tan θ കണ്ടുപിടിക്കുക. tan θ എന്ന് പറഞ്ഞാൽ എന്താ? y/x ആണ്. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന ആദ്യം കിടക്കണേനെയാണ് എക്സ് എന്ന് പറയുന്നത്. ഐയുടെ കോയഫിഷ്യന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? y എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ x1 ആണ്. ഐയുടെ കോയഫിഷ്യന്റ് എന്ത് വരും? ദാറ്റ് = y എന്ന് പറഞ്ഞാൽ 1 വരും. ഇനി നമ്മൾ ഇത് നേരെ കൊടുത്താൽ മതി. tan θ എന്ന് പറഞ്ഞാൽ എന്താ? y/x ആണ്. അപ്പൊ y എന്ന് പറഞ്ഞാൽ 1, x എന്ന് പറഞ്ഞാൽ 1. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? tan θ = 1 ആയില്ലേ? tan θക്ക് നിങ്ങൾ 1 പഠിച്ച ഏത് വിലയ്ക്കാം? 45 അല്ലേ? ദാറ്റ് = 45 ഡിഗ്രി വരും. അപ്പൊ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് tan θ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പോടെ എഴുതാം. tan 45 എന്നിങ്ങനെ എഴുതാം. അപ്പൊ ടാനും ടാനും വെട്ടിപ്പോയിട്ട് 45 ഡിഗ്രി വരും. അല്ലെങ്കിൽ നമുക്ക് തീറ്റയെ നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് y/x എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് കൊടുക്കാം. അപ്പൊ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മളിപ്പോഴത്തെ ഫസ്റ്റ് ഇയറിന്റെ ടോപ്പിക്ക് സെക്കൻഡ് ഇയറിലേക്ക് മാറ്റിയത് കൊണ്ട് നമ്മൾ എന്താണ് ഇതുപോലെ എഴുതിയിട്ട് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ആംഗിൾ തീറ്റ എത്രയാണെന്ന് എഴുതിയാൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളോടെ നോക്കാം. നമുക്ക് ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനായിട്ട് Z = 1 + I/1 - I ആണെന്ന് വെച്ചോ. ഇതിന്റെ ആർഗ്യുമെന്റ് ഓഫ് Z കണ്ടുപിടിക്കാം. നമുക്കറിയാം 1 + I/1 - I എന്ന് പറഞ്ഞാൽ I ആണ്. അത് ഓർത്ത് വെച്ചോളാം. മുകളിൽ പ്ലസ് വന്നാൽ +I, മുകളിൽ മൈനസ് വന്നാൽ -I. അത് വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് Z എന്ന് പറയുന്നത് ദാറ്റ് = I കിട്ടി. അപ്പൊ ഇവിടെ X എന്താ? റിയൽ പാർട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ നമുക്ക് 0 എന്നും Y എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ട്, ഐയുടെ ഇപ്പുറം കിടക്കുന്ന നമ്പർ 1 അല്ലേ? അപ്പൊ 1 കിട്ടും. അപ്പൊ നമ്മുടെ tan θ എന്ന് പറഞ്ഞാൽ എന്ത് വരും? tan θ = y/x വരും. അപ്പൊ y എന്ന് പറഞ്ഞാൽ ദാറ്റ് = 1, x എന്ന് പറഞ്ഞാൽ 0. ഒരു tan θക്ക് 1/0 നിങ്ങൾ ഏത് ആംഗിളാണ് പഠിച്ചേക്കണേ? 90 ഡിഗ്രി അല്ലേ? അപ്പൊ tan 90 ഡിഗ്രി വരും. tan 90 ഡിഗ്രി ആണ് എന്തെന്ന് പറയുന്നത്? 1/0 അഥവാ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടാനും വെട്ടിപ്പോയിട്ട് നമുക്ക് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരും. അപ്പൊ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? θ = 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് വേറെ ഒരു ക്വസ്റ്റിനോടെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഫൈൻഡ് ദ പോളാർ കോർഡിനേറ്റ്സ് എന്ന് ചോദിക്കാറുണ്ട്. പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ X, Y നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് എഴുതണം. പോളാർ കോർഡിനേറ്റ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ
എക്സിന്റെ വാല്യൂ 0യും ദെൻ വൈയുടെ വാല്യൂ 1ഉം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ കോർഡിനേറ്റ്സ്. ഈ ഒരു ക്വസ്റ്റിനകത്ത് പോളാർ കോർഡിനേറ്റ്സും കൂടെ പറയുവാണെങ്കിൽ എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 എക്സ് കോർഡിനേറ്റിനെ വൈ കോർഡിനേറ്റും കോർഡിനേറ്റ് ആയിട്ട് എഴുതും. അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനുള്ളത്, പിന്നെ കോൺജുഗേറ്റ്, മോഡുലസ്, ഇന്റഗ്രൽ പവർ. ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇസഡ് ഈക്വൽ ടു 1 + i ദ ഹോൾ സ്ക്വയറിന്റെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. ഇവിടെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 + i ദ ഹോൾ റേസ് ടു 4 എന്ന് പറയുന്നത്. 1 + i ദ ഹോൾ റേസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഇതൊന്നും നമ്മൾ റേസ്റ്റ് പവർ വെച്ചൊന്നും എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 + i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 + i ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ 1 + i ദ ഹോൾ സ്ക്വയർ പഠിച്ചു വെക്കണം. 1 + i ആണെങ്കിൽ 2iയും 1 - ആണെങ്കിൽ -2iയും ആണ്. അപ്പൊ ഇവിടെ 2i കൊടുത്തു, ഇൻറ്റു ഇവിടെ 2i കൊടുത്തു. ഇനി 2 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. i × i എന്നാ? i സ്ക്വയർ ആണ്. അപ്പൊ 4 × -1 വരും. അപ്പൊ നമ്മുടെ ആൻസർ -4 വരും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനകത്ത് അനദർ എക്സാമ്പിൾ നോക്കുമ്പോൾ 1 - i ദ ഹോൾ റേസ് ടു 6 ആണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - i ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - i ദ ഹോൾ സ്ക്വയർ. കാരണം 2 2 × 4 4 2 6 കറക്റ്റായില്ലേ? ഇനി 1 - i ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? -2i വരും. ഇതെന്ത് വരും? -2i വരും. ഇതെന്ത് വരും? -2i വരും. അപ്പൊ 3 നെഗറ്റീവ് വരുമ്പോൾ ആൻസർ ഈസ് നെഗറ്റീവ്. അപ്പൊ 2 × 2 × 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8. i × i എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും എഴുതുക i സ്ക്വയറും ഒരു ഐയോടെ വരും. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ -8 അങ്ങനെ തന്നെ വരും. i സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 × i വരും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് +8i വരും. നമുക്ക് 1 - i ദ ഹോൾ റേസ് ടു 6 എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. എപ്പോഴും തന്നെ ഈ ഒരു മോഡലിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം കേട്ടോ. അപ്പൊ z is equal to 1 - i ദ ഹോൾ റേസ് ടു 4, 1 - 1 + i ദ ഹോൾ റേസ് ടു 6 ഒക്കെ നിങ്ങളൊന്ന് തനിയെ ചെയ്തു നോക്കാം. ഇനി അടുത്ത നമ്മൾ ഇവിടുന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് z ഈക്വൽ ടു ഇതുപോലെ തന്നെ 1 + i / 1 - i ദ ഹോൾ റേസ് ടു 4 ആണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം ഇതിനെ നമുക്ക് i എന്ന് എഴുതാൻ പാടില്ലേ? അപ്പൊ i റേസ് ടു 4 ആയില്ലേ? കാരണം ഈ 1 + i / 1 - i എന്ന് പറഞ്ഞാൽ എന്താ? i ആന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഈ വാല്യൂവിന് പകരം നമ്മൾ i കൊടുത്തു, പവർ 4 എഴുതി. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? i നമുക്ക് 4നെ എങ്ങനെ എഴുതാം? 2 × 2 എഴുതാൻ പാടില്ലേ? അപ്പൊ ആൻസർ ഈസ് 1 വരും. അപ്പൊ ഇതിന്റെ ആൻസർ 1 വരും. ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ 4th ചാപ്റ്റർ ആയ കോംപ്ലക്സ് നമ്പേഴ്സിലെ ലെവൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറേ ടോപ്പിക്ക് നമ്മൾ ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക് എല്ലാം നമ്മൾ ഡിലീറ്റഡ് ആണ്. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ i റേസ് ടു -35? ഇംപ്രൂവ്മെന്റ് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. i റേസ് ടു -35 എന്താണെന്ന ക്വസ്റ്റ്യൻ. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. i റേസ് ടു 2n 1 if n is even. ഒരു ക്വസ്റ്റിനകത്ത് നമുക്കറിയാം ഈവൺ നമ്പർ വന്നാൽ i റേസ് ടു 2നകത്ത് 1ഉം -1 if n ഈസ് ഓഡ് എന്നും നമ്മൾ ഫോർമുല നമുക്കറിയാം. ആ ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. i റേസ് ടു -35 ആണ്. x റേസ് ടു -a എന്ന് പറഞ്ഞാൽ എന്താ? 1/x റേസ് ടു a എന്ന് എഴുതാം അല്ലേ? അപ്പൊ i റേസ് ടു -35നെ ആദ്യം എന്തെഴുതണം? i റേസ് ടു 30, 1/i റേസ് ടു 35 എന്ന് എഴുതണം. ഇനി നമ്മൾ ഈ i റേസ് ടു 35ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ i റേസ് ടു 35 എന്ന് പറഞ്ഞാൽ അതിന് i × i റേസ് ടു 34 എന്ന് എഴുതാം. കാരണം എന്താ? കാരണം i × i റേസ് ടു 34 എന്ന് എഴുതാം. 35 ആണ്. ഈവൺ നമ്പറിനാണ് നമ്മൾ ഫോർമുല പഠിച്ചേ. ഓഡ് നമ്പറിന് ഇക്വേഷൻ ഉണ്ട്. രണ്ടും കൂടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈവൺ നമ്പറിനെ പഠിച്ചാൽ മതി. അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ i റേസ് ടു 35നെ ആദ്യം i × i റേസ് ടു 34 എന്ന് എഴുതാം. ഇത് 1 ആണ്. ഈ 1ഉം 34 കൂടെ കൂട്ടി കഴിഞ്ഞാൽ 35 കിട്ടും. ഇനി ഈ i അവിടെ തന്നെ നിർത്തി i റേസ് ടു 34 എങ്ങനെ എഴുതാം? 2 × 34ന്റെ പകുതി എത്രയെന്ന് നോക്കാം. 17 ആണ്. 34ന്റെ പകുതി എത്രയാ? 17. ഈ 17 ഈവൺ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. ഇത് ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാ അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ i വരും. ഇതിപ്പോ ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ -1 വരും. അപ്പൊ i × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -i എന്ന് കിട്ടും. അതേ വാല്യൂ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്താ നോക്കിയേ? 1/i റേസ് ടു 35 എന്ന് പറഞ്ഞാൽ 1/-i വരും.
1/-i എന്ന് പറഞ്ഞ ഐ ആണ്. അത് നമ്മളിത് അങ്ങ് പഠിച്ചാൽ മതി. 1/i എന്ന് പറഞ്ഞ -iയും 1/-i എന്ന് പറഞ്ഞ +i ആണ്. നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ 1/-i എന്ന് പറഞ്ഞ ഐ, 1+i എന്ന് പറഞ്ഞ 1/-i ആണ് എന്ത് വരും? ഐ. 1/i ആണ് എന്ത് വരും? -i വരും. ഇവിടെ -i ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ത് വരും? ഐ എന്ന് പറയും. ഇതേപോലെ നമ്മൾ എക്സാമ്പിൾ ലെവൽ 1 ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. i⁻⁻45 ആണെന്ന് വെച്ചോ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. i⁻⁻45 എങ്ങനെ എഴുതാം? 1/i⁻45 എഴുതാം. ഇനി i⁻45 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു i⁻44 എഴുതാം. അത് സൈഡിൽ നമ്മൾ കണ്ടുപിടിക്കുക. i ഇൻറ്റു i⁻44. ഈ i അവിടെ എഴുതി. i⁻44 2 ഇൻറ്റു 22 എഴുതും. 44ന്റെ പകുതി ഏതാണ്? 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. 44 ആണ്. അപ്പോൾ 2 ഇൻറ്റു 22 എന്ന് എഴുതാം. അപ്പോൾ ഈ 22 ഈവൺ ആണോ ഓഡ് ആണോ? ഈവൺ നമ്പർ അല്ലേ? ആൻസർ എന്ത് വരും? i ഇൻറ്റു 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് i വരും. അപ്പോൾ 1/i എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -i വരും. നമ്മുടെ ആൻസർ ആയി. ഇതുപോലെ അനദർ എക്സാമ്പിൾ, സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. i⁻55 എന്ന് വെച്ചു. അപ്പോൾ അതിനെങ്ങനെ എഴുതണം? 1/i⁻55 എന്ന് എഴുതി. ഇനി നമ്മൾ സൈഡിൽ വരയിട്ടു. i⁻55 നമുക്ക് എങ്ങനെ എഴുതാം? i ഇൻറ്റു i⁻54 എന്ന് എഴുതാം. അപ്പോൾ i അങ്ങനെ തന്നെ വരും. i⁻2 ഇൻറ്റു 54 എന്ന് പറഞ്ഞാൽ 27 ആണ്. ഈ 27 ഓടാണോ ഈവൺ ആണോ? എന്ത് നമ്പറാ? ഓഡ് നമ്പറാ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വരും? i ഇൻറ്റു -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -i വരും. അപ്പോൾ ഇവിടെ ആൻസർ -i വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് i വരും. അപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് എന്താണ് എല്ലാ പ്രോബ്ലം ഏത് നെഗറ്റീവ് നമ്പർ വന്നാലും ഈ ഒരു മോഡലിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1+i ഡിവൈഡ് ബൈ 1 - i ആണ്. -1 - i ബൈ 1+i. ഇതിൻ്റെ നമുക്ക് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം 1+i ഡിവൈഡ് ബൈ 1 - i എന്ന് പറഞ്ഞാൽ +i ആണെന്ന് എഴുതിയാൽ മതി. 1 - i ഡിവൈഡ് ബൈ 1+i എന്ന് പറഞ്ഞാൽ -i ആണ്. ഇത് രണ്ടും പഠിക്കണം കേട്ടോ. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1+i ഡിവൈഡ് ബൈ 1 - i എന്ന് പറഞ്ഞാൽ എന്താണ്? i ആണ്. 1 - i ബൈ 1+i എന്ന് പറഞ്ഞാൽ -i ആണ്. മുകളിൽ പ്ലസ് വന്നാൽ +i വരും, മുകളിൽ മൈനസ് വന്നാൽ -i വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും നോക്കിയേ? i ആദ്യം വരും, രണ്ടാമത് -i വരും, -i വരും. നമുക്ക് തന്നേക്കണ ഇക്വേഷൻ ആദ്യത്തേതിനകത്ത് i, നടുക്ക് മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അത് എഴുതി. ദെൻ ഇതിൻ്റെ വാല്യൂ -i വരും. അപ്പോൾ നമ്മൾ i പ്ലസ് i വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i എന്ന് വരും. നമ്മുടെ ഇക്വേഷൻ 2i കിട്ടും. 2i കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ ഇതിന് ജനറൽ ഫോമിൽ എഴുതുമ്പോൾ z ഈസ് ഈക്വൽ ടു a+ib ഫോം എഴുതാം. z ഈസ് ഈക്വൽ ടു a+ib, അതായത് z ഈക്വൽ ടു 0 + 2i എന്ന് വരും. ഇപ്പോൾ റിയൽ പാർട്ട് ഇല്ലാത്ത ടേം ആണെങ്കിൽ അതിന് നമ്മൾ 0 എന്ന് കൊടുക്കണം. 0 + 2i വരും. അപ്പോൾ റിയൽ പാർട്ട് എന്താ മക്കളെ? റിയൽ പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, റിയൽ പാർട്ടിനെ നമ്മൾ RE ഓഫ് z എന്ന് കൊടുക്കാം. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 0 വരും. ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇമാജിനറി പാർട്ട് ഓഫ് z, ദാറ്റ് ഈസ് ഈക്വൽ ടു im ഓഫ് z എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. റിയൽ പാർട്ട് 0യും ഇമാജിനറി പാർട്ട് നമുക്ക് 2ഉം കിട്ടും. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ ഇതേ മോഡലിൽ വേറെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. 1+i ഡിവൈഡ് ബൈ 1 - i ദ ഓൾ റേസ്ഡ് 4 മൈനസ് 1 - i ഡിവൈഡ് ബൈ 1+i ദ ഓൾ റേസ്ഡ് 4. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ വളരെ സിമ്പിൾ ആണ്. 1+i എന്ന് പറഞ്ഞാൽ നമുക്ക് i ആണ്. അപ്പോൾ i⁻4 മൈനസ് ഇതെന്ന് പറഞ്ഞാൽ -i⁻4 ആണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് 1+i എന്ന് പറഞ്ഞാൽ i ആണ്, നടുക്കുള്ള മൈനസ് അങ്ങനെ തന്നെ എഴുതി. അപ്പം -i ദ ഓൾ റേസ്ഡ് 4 വരും. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാവും നോക്കിയേ? i⁻4 എന്ന് പറഞ്ഞാൽ i⁻2 × 2 ആണ്. ഈവൺ നമ്പറെ നമ്മൾ ഈവൺ നമ്പർ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതും. ഇനി പ്ലസ് ഇവിടെ വരുമ്പോൾ ഇത് മൈനസ് അങ്ങനെ തന്നെ എടുക്കും. ഇത് -i⁻4 എന്ന് പറഞ്ഞാലും i⁻4 തന്നെയാണ്. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം i⁻4 -i⁻4 കിട്ടും. അപ്പോൾ ആൻസർ ഓൾറെഡി എന്താവും? 0 ആയി പോകും. ഇനി അതിന് അനദർ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ 2 നോക്കാം. 1+i ഡിവൈഡ് ബൈ 1 - i ദ ഓൾ റേസ്ഡ് 6 പ്ലസ് 1 - i ഡിവൈഡ് ബൈ 1+i ദ ഓൾ റേസ്ഡ് 6 ആണെന്ന് വെച്ചോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? i ആണ്. അപ്പോൾ i⁻6 വരും. പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? -i ആണ്. ദ ഓൾ റേസ്ഡ് 6 വരും. അപ്പോൾ i⁻6 അങ്ങനെ തന്നെ എഴുതി, പ്ലസ് i⁻6 എഴുതി. i⁻6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്.
അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 2 ഇൻറ്റു 3 ആണ്. അപ്പൊ ഈ 3 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ് അല്ലേ? ഓഡ് ആവുമ്പോൾ ഇത് -1 വരും. ഇത് ഓഡ് ആവുമ്പോൾ ഇത് എന്ത് വരും? -1 വരും. അപ്പൊ ആൻസർ ഈസ് -2 വരും. കാരണം ഐ റേസ് ടു 2 നമ്മുടെ ഫോർമുല ഇതാണ്. ഐ റേസ് ടു 2n-നകത്ത് ഈ n എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ 1 വരും. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ -1 വരും. അപ്പൊ ഈ 3 എന്ന് 2 ഇൻറ്റു n-നകത്ത് n എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. ഓഡ് ആയതുകൊണ്ട് ഇത് ആൻസർ എന്താ? -1 വരും. ഈ 3 ഓഡാണ്. അപ്പൊ ആൻസർ എന്നാ? -1 വരും. അപ്പൊ ഈ 2 മൈനസ് വരുമ്പോൾ ആൻസർ എന്നാ വരും? ജനറൽ ആയിട്ട് -2 എന്ന് വരും. ക്ലിയർ ആയല്ലോ? മാർച്ച് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ -3 പ്ലസ് √-7 ഇംപ്രൂവ്മെന്റ് 2016. ദെൻ മാർച്ച് 2017 ഐ റേസ് ടു 18 രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇസഡ് നമ്മൾ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് എന്ത് നോട്ട് ചെയ്യാം? ഇസഡ് എന്ന ലെറ്റർ ഉപയോഗിച്ച് നോട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഇസഡ് = -3 √-7 എന്നുള്ളത് കൊടുത്തു. ആദ്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് √-7 എങ്ങനെ മാറ്റാന്നുള്ളത് പഠിക്കണം. √-7 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ -1 ഇൻറ്റു 7 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √-1ന്റെ വാല്യൂ എന്ന് പറയുന്നത് I² ആണ് അല്ലേ? -1 എന്ന് പറഞ്ഞാൽ എന്താ? I². അപ്പൊ I² ഇൻറ്റു 7 എഴുതാം. ഇതിന് നമ്മൾ എന്താ എഴുതാം? ±√7i എന്ന് എഴുതാം. കാരണം എന്താ? 7ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ല. അതുകൊണ്ട് അതിനെ റൂട്ടിനകത്താക്കി I². സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കുന്ന അല്ലേ? അപ്പൊ നമുക്ക് i എന്ന് എഴുതാം. അപ്പൊ ഇത് ±√7i എന്ന് കിട്ടും. ഇനി ഇവിടെ ഇതുപോലെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. √-8 ആന്ന് വെച്ചോ. അതിനെ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. ± എഴുതി. ഈ 8ന് നമ്മൾ √8 കൊടുത്തു. ഈ -1ന് ±i കൊടുത്താൽ മതി. നേരെ എഴുതാം. അപ്പൊ √-6 ആണെങ്കിൽ ഒറ്റയടിക്ക് എങ്ങനെ എഴുതാം? ±√6i എന്ന് കൊടുക്കാം. √-5 ആണെങ്കിൽ എന്ത് കൊടുക്കാം? ±√5i എന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യം നമുക്ക് അവിടെ ഇല്ല. √-3 ആണെങ്കിൽ എന്ത് കൊടുക്കാം? ±√3i എന്ന് കൊടുക്കാം. √-4 ആണെങ്കിൽ ±2 ഇൻറ്റു i എന്ന് കൊടുക്കും. കാരണം ഈ 4ന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ 2 പുറത്തേക്ക് എഴുതണം. ആ പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ അതിനകത്ത് റൂട്ടിനകത്ത് തന്നെ എഴുതാം. -1ന് പകരം i എന്ന് എഴുതിയാൽ മതി. ഇവിടെ 4ന്റെ പെർഫെക്റ്റ് റൂട്ട് എന്താണ്? 2 ആണ്. അപ്പൊ -1ന് പകരം ±i. പിന്നെ ഒന്നിച്ച് ± കൊടുത്താൽ മതി. അപ്പൊ ഇതൊരു എക്സാമ്പിൾ. ഇതുപോലത്തെ എല്ലാം ലെവൽ 1ൽ നമ്മൾ ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി നോക്കിയേ? 7 = -3 ±√7 വരെ എന്ത് കൊടുക്കാം? ±7i എന്ന് കൊടുക്കാം അല്ലേ? അപ്പൊ അവിടെ രണ്ട് നമ്പർ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരുന്ന റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് എന്ന്. റിയൽ പാർട്ട് എന്ന് റിയൽ ഓഫ് ഇസഡ് എന്ന് കൊടുക്കാം. റിയൽ പാർട്ട് നമ്മൾ എന്ത് കൊടുക്കാം? റിയൽ ഓഫ് ഇസഡ് എന്ന് കൊടുക്കാം. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ -3 ആണ്. കാരണം എന്താണ് അവിടെ? കാരണം ഈ i ഇല്ലാത്ത ടേമിനെയാണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റിനകത്ത് കോംപ്ലക്സ് നമ്പറിനകത്ത് i ഇല്ലാത്തൊരു ടേം ഉണ്ടെങ്കിൽ അവിടെ അതിന് നമ്മൾ റിയൽ പാർട്ട് എന്ന് കൊടുക്കും. ഈ i ഉള്ള ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ √7 ആണ്. ±√7 വരും. അപ്പൊ റിയൽ പാർട്ടുമായി ഇമാജിനറി പാർട്ടുമായി. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇസഡ് = -2 പ്ലസ് √-5 ആന്ന് വെച്ചാൽ ഇതേ ഒരു സെയിം മോഡൽ. വേറെ ഒന്നുമില്ല. -2 എഴുതി, ±- എഴുതി, √5 എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി, i എഴുതി. കണ്ടോ? അപ്പൊ റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു √5 ±√5 എന്ന് വരും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഇസഡ് = -4 ±-9. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനകത്ത് -4 അങ്ങനെ തന്നെ വരും. ±9 എങ്ങനെ എഴുതാം? 3 ആണ്. 9ന്റെ റൂട്ട് 3 ആണ്. അപ്പൊ 3i വരും. അപ്പൊ റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ±3 വരും. ഒരിക്കലും ഇമാജിനറി പാർട്ട് പറയുമ്പോൾ i പറയരുത്. അപ്പൊ i നമ്മളൊരു ക്വസ്റ്റിനകത്ത് ഉണ്ട്. പക്ഷെ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്ത് പറയരുത്? iയുടെ ടേം ഒരിക്കലും പറയരുത്. അപ്പൊ ഇവിടെ കണ്ടോ? ±√5 എഴുതണം. ഇവിടെ 9ന് നമ്മൾ പെർഫെക്റ്റ് റൂട്ട് ഉള്ളതുകൊണ്ട് 3 കൊടുത്തു. -1നും i കൊടുത്തു. അപ്പൊ ±3i വരും. റിയൽ പാർട്ട് എന്താണ്? -4. ഇമാജിനറി പാർട്ട് എന്താണ്? 3 ആണ്. ±3 വരും. അവിടെ ഒരിക്കലും എന്താണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ i ഒരിക്കലും എഴുതരുത്. അതാണ് മെയിൻ പോയിന്റ്. ഓർത്ത് വയ്ക്കണം. ക്ലിയർ ആയല്ലോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ? 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ i റേസ് ടു 18 ആണ്. ഈ i റേസ് ടു 18 നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. i റേസ് ടു 2n 1 if n is even. n എന്ന് പറയുന്നത് even ആണെങ്കിൽ 1 വരും. -1 if n is odd. ഇത് നമ്മുടെ ഫോർമുല നമ്മൾ പഠിച്ചേക്കണം.
അപ്പൊ ഐ റേസ് ടു 18 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഐ റേസ് ടു 2 ഇൻറ്റു 9 എന്ന് എഴുതാം. അതായത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി, ആ 18ന്റെ പകുതി എത്രയെന്ന് നോക്കിയാൽ മതി, 2 ഇൻറ്റു 9. കറക്റ്റ് അല്ലേ? ഈ 9 ഓടാണോ ഈവൺ ആണോ നോക്കണം. ആദ്യം എന്താ? ഓഡ് ഫംഗ്ഷനാണ്. അപ്പൊ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഓടാണെങ്കിൽ ആൻസർ നമുക്ക് കിട്ടുന്നത് -1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് -1 കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ഐ റേസ് ടു 40 ആണെന്ന് വെച്ചു. അപ്പൊ എന്ത് എഴുതണം? ഐ റേസ് ടു 2 ഇൻറ്റു 20 എന്ന് എഴുതും. 20 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പൊ ആൻസർ എന്നാ? 1 വരും. അടുത്ത ഐ റേസ് ടു 500 ആണെന്ന് വെച്ചു. ഐ റേസ് ടു 500 എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു 2 ഇൻറ്റു 250 എന്ന് എഴുതാം. 250 ഓടാണോ ഈവൺ ആണോ? ഈവൺ നമ്പർ ആണ്. അപ്പൊ ആൻസർ ഈസ് 1 വരും. ഐ റേസ് ടു ഇപ്പൊ 3000 ആണെന്ന് വെച്ചോ, ഒരു പ്രശ്നമില്ല. ഐ റേസ് ടു 2 ഇൻറ്റു 1500 എന്ന് എഴുതാം. 1500 എന്ന് പറഞ്ഞ് ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പർ ആണ്. അപ്പൊ ആൻസർ ഈസ് 1 വരും. ദെൻ ഐ റേസ് ടു 756 ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ഐ എഴുതുമ്പോൾ ഐ റേസ് ടു 2 ഇൻറ്റു 7 3 3 15 7 ദെൻ 16 8 378 വരും. 378 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാണ്. അപ്പൊ ആൻസർ ഈസ് 1 ആണ്. അപ്പൊ ഇതുപോലെ ഏത് നമ്പർ വന്നാലും നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. എന്നിട്ട് ഈ കിടക്കുന്ന നമ്പർ ഓടാണെങ്കിൽ -1ഉം ഈവൺ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ അവിടെ നമുക്കൊരു സംശയം തോന്നാം, ഓട് അല്ല, നമ്മൾ ആദ്യമേ ഓട് മൾട്ടിപ്പിൾ ആണെന്ന് വെച്ചോ, ഐ റേസ് ടു 35. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഐ റേസ് ടു 34 എന്ന് എഴുതണം. ഐ ഇൻറ്റു ഐ റേസ് ടു 2 ഇൻറ്റു 17 വരും. അപ്പൊ 17 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ഓഡ് നമ്പറാണ്. അപ്പൊ നമുക്ക് ഐ ഇൻറ്റു -1 വരും. അപ്പൊ ആൻസർ -i വരും. അതുപോലെ നോക്കാം, ഐ റേസ് ടു 155 എന്ന് വെച്ചാൽ എത്ര വലിയ നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ ഇതിനെ ഐ ഇൻറ്റു ഐ റേസ് ടു 154 എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഐ റേസ് ടു 2 ഇൻറ്റു 154 എന്ന് പറഞ്ഞാൽ 1നകത്ത് 15നകത്ത് 7 വരും. ദെൻ 77 വരും. 7 14 7 14 15 കറക്റ്റാണ്. 77 വരും. ഈ 77 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാ. അപ്പൊ ഐ ഇൻറ്റു -1 വരും. അപ്പൊ ആൻസർ ഈസ് -i വരും. അപ്പൊ ഇത് ഈ ഒരു മോഡൽ ക്വസ്റ്റിനകത്ത് ഏത് നമ്പർ പോസിറ്റീവ് വന്നാലും ദെൻ അടുത്ത ഓഡ് നമ്പറും, ഇവിടെ ആദ്യമേ നമുക്ക് ഓഡ് നമ്പർ വന്നാലും എല്ലാം ഇതുപോലെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് ലെവൽ 1നകത്ത് ഇതേ ടൈപ്പ് ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ലെവൽ 1ന്റെ വീഡിയോ കാണാത്ത കുട്ടികൾ നിർബന്ധമായിട്ട് ലെവൽ 1 കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്മെന്റ് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ z is equal to 3 + 4i. നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന ടോപ്പിക്കിനകത്ത് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഇഷ്ടംമാതിരി ലെവൽ 1 ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല? z റേസ് ടു -1 ഈക്വൽ ടു z ബാർ ബൈ മോഡ് z സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റും അതിന്റെ മോഡുലസും ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ z എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ 3 + 4i നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം മക്കളെ? z ബാർ കണ്ടുപിടിക്കണം. z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു കോംപ്ലക്സ് നമ്പർ വന്നാലും അതിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ ഓപ്പോസിറ്റ് ആവണം. അതായത് 3 + 4i ആണ് നമുക്ക് കോംപ്ലക്സ് നമ്പർ. അതിന്റെ ഇമാജിനറി പാർട്ട് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു i. ഒരിക്കലും നടുക്കത്തെ സൈൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഇമാജിനറി പാർട്ട് എവിടെയാണോ കിടക്കുന്നത് അതിന്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 3 - 4i. കാരണം എന്താണ്? ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ i ഉള്ള ടേം ആണ്. അപ്പൊ അതിന്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആവും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവണം. ഇനി ഇതിന്റെ മോഡുലസ് ഓഫ് z കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? a² + b² ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞ ഏതാണ്? ഇവിടെ 3. അപ്പൊ 3² വരും, അല്ലെങ്കിൽ s² + y². b എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐയുടെ കോഎഫിഷ്യന്റ് വരുന്ന 4² വരും. അപ്പൊ അവിടെ ആൻസർ എന്നാ? 9 + 16 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √25 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. അപ്പൊ നമ്മുടെ മാഗ്നിറ്റ്യൂഡും കിട്ടി. എന്താണ്? കോൺജുഗേറ്റ് ഓഫ് z കിട്ടി. ഇനി ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കും. therefore z റേസ് ടു -1 എന്ന് പറഞ്ഞാൽ z ബാർ ബൈ മോഡ് z² വരും. z ബാർ എന്ന് പറഞ്ഞാൽ 3 - 4i കിട്ടിയ വാല്യൂ എഴുതി. ദെൻ മോഡ് z² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. മോഡുലസ് z² ആണ്. അപ്പൊ ഈ മോഡ് z 5 ആണ്. മോഡുലസ് z² എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 4i ഡിവൈഡഡ് ബൈ 25 ആണ് നമ്മുടെ ആൻസർ. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. z ഈസ് ഈക്വൽ ടു 1 - i ആണെന്ന് വെച്ചോ. ഇതിന്റെ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ z റേസ് ടു -1 ഈക്വൽ ടു z ബാർ ബൈ മോഡ് z² ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇവിടെ z ബാർ എന്താ മക്കളെ? 1 + i വരും.
കാരണം ഇതെന്താണോ അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം. ഇപ്പം മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡ് ഇസഡ് സ്ക്വയർ എടുക്കാം, സ്ക്വയർ എടുക്കുക, അല്ലെങ്കിൽ മോഡ് ലെസ് ഇസഡ് എടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മുടെ ഫോർമുല, അതിൻ്റെ സ്ക്വയർ വരും. എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 വരും, 1 സ്ക്വയർ വരും. ഇതിൻ്റെ കോഎഫിഷ്യന്റ് -1 ആണ്. അപ്പോൾ ആ -1ന്റെ സ്ക്വയറിന് എഴുതിയാൽ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി, -1 സ്ക്വയർ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് എഴുതിയത് 1 + 1 എഴുതിയാൽ മാത്രം മതി അവിടെ. കാരണം എപ്പോഴും പോസിറ്റീവാണ്. മോഡുലസ് ഫംഗ്ഷൻ ഈസ് എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആണെന്ന് ഓർത്ത് വെച്ചോളാം. ഇവിടെ √2 വരും, അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും, ഇവിടെ അതിൻ്റെ സ്ക്വയർ വരും, ഇവിടെ അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ നമുക്ക് ആൻസർ ഈസ് 2 വരും. അത് നേരെ എഴുതിയിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ therefore മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് തന്നെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - i ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ 1 + i ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 + i ഡിവൈഡഡ് ബൈ 2 വരും. ഇംപ്രൂവ്മെന്റ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ലെവൽ 1 ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ. a + ib c + id e + ib = if = a + ib ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കണം. a + ib അതുപോലെ തന്നെ c + id ഇൻറ്റു e + if = a + ib. നമ്മുടെ ആദ്യം ക്വസ്റ്റ്യൻ എടുത്തു, ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ രണ്ട് സൈഡ്, നമുക്കറിയാം മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐക്ക് പകരം നമ്മൾ -i എല്ലാ ഈ ഇക്വേഷനകത്ത് കംപ്ലീറ്റും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഐ എവിടെ കിടപ്പുണ്ടോ അവിടെ എല്ലാം നമ്മൾ -i കൊടുത്തു. നമ്മുടെ മാത്സിന് പ്രത്യേകത, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതേ സാധനം റൈറ്റ് സൈഡിലും ചെയ്ത ആൻസറിന് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പം നമ്മളിവിടെ എന്ത് കൊടുത്തു നോക്കിയേ, ഈ ഐ ഉള്ളിടത്തൊക്കെ -i കറക്റ്റ് നേരെ താഴെ എഴുതണം കേട്ടോ. ഇവിടെ എന്തായി, c - id ആയി, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്തായി, e - if ആയി. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തു, ഐ എവിടെയുണ്ടോ അവിടെ എല്ലാം നമ്മൾ നേരെ ഓപ്പോസിറ്റ് കൊടുത്തു, a - ib ആയി. അപ്പോൾ എന്താ ചെയ്തത്, ആദ്യം നമ്മൾ ആ ഇക്വേഷൻ തന്നേക്കണ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് നമ്മുടെ ഇക്വേഷനകത്തെല്ലാം ഐ എവിടെയാണോ ആ ഐയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു, -i കൊടുത്തു. ഐക്ക് പകരം നമ്മൾ -i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യണം. ലെഫ്റ്റും തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യണം, റൈറ്റും തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പം ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും മക്കളെ, a + ib ഇൻറ്റു a - ib ആയി. ഇതും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും, c + id ഇൻറ്റു c - id ആവും. ഇതും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും, e + if ഇൻറ്റു e - if ആവും. എന്തായത്, ലെഫ്റ്റും തമ്മിൽ റൈറ്റും തമ്മിൽ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. ഇവിടെ ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ a + ib ഇൻറ്റു a - ib ആവും. അപ്പം നമുക്കൊരു പ്രശ്നമില്ല, ലെഫ്റ്റ് തമ്മിൽ പ്രോഡക്റ്റ് ചെയ്തു, റൈറ്റും തമ്മിൽ നമ്മൾ പ്രോഡക്റ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ, ഇതെന്താ നമ്മുടെ a² + b² ആണല്ലേ, a + ib ഇൻറ്റു a - ib നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും നോക്കണ്ടാവില്ല, എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ നോക്കിയാൽ മാത്രം മതി. ഇവിടെ എന്ത് വരും, c² + d² എന്ന് എഴുതാം. ഇവിടെ എന്നാ വരും, e² + f² എഴുതാം. ഇവിടെ എന്നാ വരും, a² + b² എന്ന് എഴുതാം. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയില്ലേ നോക്കി. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം അത് നമുക്ക് നോക്കാം. a + ib ഇൻറ്റു a - ib എന്ന് പറഞ്ഞാൽ a² - ib ദ ഹോൾ സ്ക്വയർ ആണ്. കാരണം a + b ഇൻറ്റു c a - bയുടെ ഫോർമുലയാണ്. a + b ഇൻറ്റു a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ a² എഴുതി, ഇത് നമ്മൾ മൈനസ് എഴുതി. ഇതിന് ഓരോന്നിനും സ്ക്വയർ കൊടുക്കണ്ടേ. ഐയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ i² വരും, ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ b² വരും. i²ന്റെ വാല്യൂ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കിയേ, a² + b² വരും. ഈ മൈനസും കൂടെ കൂടി എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ലെവൽ 1 ഇഷ്ടംമാതിരി നമ്മൾ പഠിക്കുന്നതാണ്. ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ എയുടെ സ്ക്വയർ പിന്നെ ഈ ബിയുടെ സ്ക്വയർ നോക്കിയാൽ മതി. കാരണം ഇത് നോക്കുക ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ ഏതാണ്, c² - id² വരും. അതായത് c² d² നമ്മൾ ഇതുപോലെ എടുത്താൽ മതി. ഇവിടെ e² f² ഒന്ന് എടുത്താൽ മതി. ഇവിടെ a² b² എടുത്താൽ മതി. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ലെവൽ 1 കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇംപ്രൂവ്മെന്റ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ a + ib ഫോം ആണ് 1 + i / 1 - i. ഇവിടെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 1 + i ഡിവൈഡഡ് ബൈ 1 - i ആണ്. നമ്മളൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷനകത്ത് ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് നമുക്ക് താഴെ ഇപ്പോൾ 1 - ആണെങ്കിൽ
അതിൻ്റെ ഓപ്പോസിറ്റ് 1 + i ഡിവൈഡ് ബൈ 1 + i ചെയ്യണം. അതായത് താഴെ 1 പ്ലസ് ആണെങ്കിൽ മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ എന്ത് വരുന്നുവോ അതിൻ്റെ കോൺജുഗേറ്റ്, അതായത് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിപ്പോൾ തന്നെ ഇത് വെട്ടിക്കളഞ്ഞേക്കരുത് കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 + i the whole square എഴുതാം. ഇത് 1 - i × 1 + i എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? 1 + i × 1 - i എന്ന് എഴുതാം. നമുക്കറിയാം 1 + i the whole square എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i ആണ് 1 + i the whole square. ഇനി 1 - i × 1 + i എന്ന് പറഞ്ഞാൽ എന്താ? 1 + 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 2i ഡിവൈഡഡ് ബൈ 2 വരും. നമുക്ക് i വരും. എന്തുകൊണ്ടാണ് 1 + i the whole square? അതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. 1 + i the whole square എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ വരും. ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്തിട്ട് ഇരട്ടി വരുമ്പോൾ 2i വരും, പ്ലസ് i² വരും. അപ്പം 1 അങ്ങനെ തന്നെ വരും, പ്ലസ് 2i അങ്ങനെ തന്നെ വരും, ഇത് -1 വരും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2i കിട്ടും. അത് ഓർത്ത് വയ്ക്കുക. 1 + i the whole square എന്താ? 2i. 1 - i the whole square എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു -2i. ഇത് രണ്ടും നമുക്കൊന്ന് മെമ്മറിയിൽ വെക്കണത് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പം നമുക്കത് കിട്ടി. ഇനി നോക്കുക, രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷനകത്ത് നമ്മൾ 1 + i × 1 - i ആണ്. അപ്പം നമുക്ക് 1 + 1 ആൻസർ 2 മതി. കാരണം ഇതിനെ നമുക്ക് 1 - i² എന്ന് കൊടുക്കാം. a + b × a - b. അപ്പോൾ 1 - i² വാല്യൂ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - -1 വരും. അതാണ് 1 + 1 = 2. ഇതൊക്കെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെറുതെ എഴുതാം. അപ്പോൾ നമ്മൾ നോക്കാം 2 + 3, ഒരു എക്സാമ്പിൾ നോക്കാം. 2 + 3i × 2 - 3i ആണെങ്കിൽ നമുക്ക് 4 + 9 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 എഴുതാം. ഒറ്റയടിക്ക് ചെയ്യാം. 5 + 4i × 5 - 4i ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 + 16 മതി, വേറെ ഒന്നും വേണ്ട. അപ്പം നമ്പറുകൾ, ആ നമ്പറുകൾ എന്താണ്? ഒരു നമ്പറും അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് വന്നാൽ ഈ 5ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ 16 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതൊക്കെ നമ്മൾ ലെവൽ 1 കുറേ ചെയ്തിട്ടുണ്ടെന്നാലും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നോക്കോട്ടെ എന്ന് കരുതിയാണ് ഈ പ്രോബ്ലം പറയണത്. നിങ്ങൾ ലെവൽ 1 വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഒരു ടേം ഇങ്ങനെ വരുന്നത്, 2i വരുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് a + ib ഫോമാണ്. അപ്പോൾ നമുക്ക് അവിടെ z = i കിട്ടി. അപ്പോൾ ഈ റിയൽ പാർട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 0 + i കൊടുത്തു. ആൻസർ ആയി. ക്ലിയർ ആയല്ലോ? ഇതേപോലെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - i ഡിവൈഡഡ് ബൈ 1 + i ആണെന്ന് വെച്ചോ. z ഈസ് ഈക്വൽ ടു 1 - i ഡിവൈഡ് ബൈ 1 + i. അപ്പോൾ z എന്ത് വരും? 1 - i ഡിവൈഡഡ് ബൈ 1 + i അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 1 - i ബൈ 1 - i വരും. നേരെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 - i the whole square വരും. ഇത് 1² - i², ദാറ്റ് 1 + 1 എഴുതിയാൽ മതി. അപ്പം നമ്മളതൊക്കെ അങ്ങനത്തെ ഒരു ടേം എന്നൊക്കെ നമുക്കിങ്ങനെ അറിയാം. ആ ഫോർമുല വെച്ച് ഒറ്റയടിക്ക് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ -2i വരും, ഇതെന്ന് പറഞ്ഞാൽ 2 വരും. വെട്ടിപ്പോയിട്ട് നമ്മുടെ -i വരും. അതിനെ z എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 - i എന്ന് എഴുതാം. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമായി. ക്ലിയർ ആയല്ലോ? ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ലെവൽ 1 ഒരേപോലത്തെ ഇഷ്ടംമാതിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണണം കേട്ടോ. മാർച്ച് 2021 ചോദിച്ച 2 ക്വസ്റ്റ്യനാണ് കിടക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് i⁻9? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ i⁻9. i⁻9 നമ്മൾ ഇഷ്ടംമാതിരി ചെയ്ത് കഴിഞ്ഞു. i × i⁸8 എന്ന് എഴുതാം അല്ലേ? ഏതൊരു ഓഡ് നമ്പർ ആണെങ്കിലും അതിനെ ഈവണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ i അങ്ങനെ തന്നെ. i⁻2 2 × 8 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 × 4 ആണ് 8. അപ്പോൾ ഈ 4 ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈവൺ നമ്പർ ആണ്. അപ്പോൾ ആൻസർ ഈസ് 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് +i വരും. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. ഇതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഇഷ്ടംമാതിരി ചെയ്തിട്ടുണ്ട് ലെവൽ 1 ഇതിന് മുമ്പിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കി മനസ്സിലാക്കണം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ z എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? 3 × 7 + i7 ആണ്, പ്ലസ് i × 7 + i7 ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് എന്താ ചെയ്യണേ? വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 3 × 7 എന്നാ 21 വരും. പ്ലസ് i × 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 21i വരും. അടുത്ത i × 7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7i വരും. i × 7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7i² വരും. കാരണം 3 × 7 3 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. 3 × 7 21 × i അങ്ങനെ തന്നെ എഴുതണം. i × 7 i7 7i ദാറ്റ് ഈസ് ഈക്വൽ ടു i × i i². 7 × 1 7. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 21 അങ്ങനെ തന്നെ എഴുതി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 28i വരും. കാരണം ഇത് രണ്ടും 21i ഉണ്ട്, അത് 7i ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി 28i പ്ലസ് 7 × i² എന്ന് പറഞ്ഞാൽ -1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? 21 - 7 + 28i. 21 - 7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വരും. അപ്പോൾ 14 +
28 ആയി. therefore ഇസഡ് ഏത് ഫോമിലായി? എ പ്ലസ് ഐ ബിയുടെ ഫോമിലായില്ലേ? നമ്മളോട് മാറ്റാൻ പറഞ്ഞാൽ അതേ ഫോമിലായി. നമുക്കിവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സെയിം മോഡൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ 2 × 3 - 2i മൈനസ് ഐ ഇൻറ്റു 6 + 3i. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4i വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6i വരും. ഇത് മൈനസും പോസിറ്റീവ് നെഗറ്റീവ് വരും. i × i സ്ക്വയർ വരും. അപ്പോൾ i സ്ക്വയർ × 3 വരും. ഇനി ഇവിടെ നോക്കിയാൽ 6 അങ്ങനെ തന്നെ എഴുതും. -4i -6i 10i വരും. ഇത് +3 വരും. കാരണം i സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അപ്പോൾ -1ഉം മൈനസും കൂടെ വരുമ്പോൾ പ്ലസ് വരും. ഇനി 6 + 3 എന്ന് പറഞ്ഞാൽ 9 വരും. 9 - 10i വരും. ഇതുപോലെ നമുക്ക് ലെവൽ 1 ഇഷ്ടമാതിരി മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇംപ്രൂവ്മെന്റ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. വാല്യൂ ഓഫ് i⁴ എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ i⁻39 ഇൻ ദ ഫോം ഓഫ് a + ib റൈറ്റ് ഇസഡ് ബാർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. നമുക്കറിയാം ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് എ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? i⁴. i⁴ എങ്ങനെ എഴുതാം മക്കളെ? i⁻2 × 2. ഏതൊരു ഈവൺ നമ്പറിനെയും 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം അല്ലേ? ആ 2 എന്ന് പറയുന്നത് ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാണ്. ആൻസർ അപ്പോൾ 1 ആണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ അറിയാലോ, ലെവൽ 1 ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി പാർട്ട് ക്വസ്റ്റിനകത്ത് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ പേര് കൊടുക്കുക i⁻39. അതിനെ എങ്ങനെ എഴുതാം? ഒരു ഓഡ് നമ്പർ ആണ് കിട്ടണമെങ്കിൽ അതിനെ ഈവണിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓഡിന്റെ ഫോർമുല ഉണ്ട്. അപ്പോൾ എല്ലാ ഫോർമുലയും കൂടെ പഠിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു i × i⁻38 എന്ന് പറയും. നമ്മൾ മാത്സ് നന്നായിട്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച ഏറ്റവും എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ i എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എളുപ്പമായി തുടങ്ങിയില്ലല്ലോ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് i × വീഡിയോ കറക്റ്റായിട്ട് കാണാതെ നടക്കില്ല കേട്ടോ. i × i⁻38. അപ്പോൾ അതിന് എങ്ങനെ എഴുതാൻ? 2 × 38 എന്ന് പറഞ്ഞാൽ 19 വരും. 19 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? i × -1 വരും. അപ്പം നമ്മുടെ ആൻസർ -i വരും. കറക്റ്റ് അല്ലേ? ഈ i എഴുതുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെരിച്ച് എഴുതിക്കോളാം. അറിയാതെ എങ്ങനെ കുത്തരാതെ പോയ നമ്പറായി പോകും കേട്ടോ. അപ്പോൾ ചെരിച്ച് എഴുതുക -i. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് 0 - i എന്ന് കൊടുക്കാം. കാരണം എന്താ? കാരണം നമുക്ക് ഈ റിയൽ പാർട്ട് ഇല്ല എങ്കിൽ അതിന് എന്ത് കൊടുക്കാം? 0 കൊടുത്തു. അപ്പോൾ അത് a + ib ഫോം ആയില്ലേ നമുക്ക്? നമ്മുടെ രണ്ടാമത്തെ ആൻസറായി. ഇനി രണ്ടാമത് പറഞ്ഞേക്കണത് എന്താണ്? റൈറ്റ് ഇസഡ് ബാർ. ഇസഡ് എന്ന് പറയുന്നത് 0 - i ആണ്. അങ്ങനെയാണ് ഇസഡ് ബാർ എന്താ? ഇമാജിനറി നടുക്കിടക്കുന്ന സൈൻ മാറുക എന്ന് ചിന്തിക്കരുത്. ഇമാജിനറി പാർട്ടിന്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ 0 ഇതാണ് ഇമാജിനറി പാർട്ട്. അതിന്റെ സൈൻ എന്തായി മാറി? +i ആയി മാറി. ആൻസർ ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കോളൂ കേട്ടോ. അപ്പോൾ വാല്യൂ ഓഫ് i⁻18 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഇസ് ഈക്വൽ ടു i⁻49. ദെൻ ഇസഡ് ഈക്വൽ ടു a + ib ഫോം എഴുതണം. ഇസഡ് ബാർ എഴുതണം. ശരിക്കും നമ്മൾ കൊടുത്തുന്നുള്ളൂ. ഇസഡ് ബാർ എന്ന് വെച്ചാൽ കോൺജുഗേറ്റ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. മാർച്ച് 2021 2022 ഇംപ്രൂവ്മെന്റ് 2022 ചോദിച്ച ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് ആണ്. ഇസഡ് ഇസ് ഈക്വൽ ടു 1 + i ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തന്നേക്കണ കോംപ്ലക്സ് നമ്പർ എന്താണോ അതിന്റെ ഇമാജിനറി പാർട്ട് ഓപ്പോസിറ്റ് ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 - i ആവും. ദെൻ മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ √a² + b² ആണ്. അപ്പൊ a² + b² വരും. a എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പൊ √1 വരും. b എന്ന് പറഞ്ഞാൽ iയുടെ കോഎഫിഷ്യന്റ്, ഒരിക്കലും i എഴുതരുത് കേട്ടോ. അപ്പൊ അവിടെയും 1² വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 + 1 വരും, 2 വരും, √2 വരും. ഇനി നോക്കുക, മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പോൾ മോഡുലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2ന്റെ സ്ക്വയർ വരും. √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമ്മുടെ മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ 2 വരും അല്ലേ? അപ്പൊ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് z⁻⁻1 എന്ന് പറഞ്ഞാൽ ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ വരും. ഇസഡ് ബാർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - i വരും. മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 1 - i ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ക്ലിയർ ആയല്ലോ?